നല്ല മനുഷ്യനാവുക, മതങ്ങൾക്കുപരി മനുഷ്യനെ കാണുക. കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ. കമ്പളിക്കണ്ടത്ത് വക്ക് പൊട്ടിക്കിടന്ന കൽഭരണികളെടുത്ത് വൃത്തിയാക്കി വെള്ളമൊഴിച്ചു വെച്ച ഒരു അമ്മയുടെയും മക്കളുടെയും ജീവിത സമരത്തിൻ്റെ കഥ. ഇടുക്കി ജില്ലയിലെ കമ്പളിക്കണ്ടത്ത് ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് അവഗണനയുടെയും പരിഹാസത്തിൻ്റെയും കനൽ വഴികൾ താണ്ടിയ അമ്മയുടെയും മക്കളുടെയും ഇച്ഛാശക്തിയുടെയും പോരാട്ടവീറിൻ്റെയും അനുഭവ കഥയാണ് കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ. ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ചു പേടിക്കരുത്. ആ വെള്ളപ്പാച്ചിലിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്ത് വെച്ച് കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കരപറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരമെത്തി കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ എന്നും നയിക്കേണ്ടത്. അമ്മയുടെ വാക്കുകൾ നെഞ്ചിലേറ്റിയ ബാബു അബ്രഹാം എന്ന മകൻ്റെ അനുഭവക്കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൽ. 21 ആഴ്ചകൾ കൊണ്ട് 24ാം പതിപ്പിലേക്ക് എത്തി നിൽക്കുന്ന 2025 വായനയിൽ ഏറ്റവും മികച്ച വായനാനുഭവമേകിയ പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ.